എല്ലാവർക്കും യൂണിക്കോൺ എജ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിലെ 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്കറിയാം നെക്സ്റ്റ് മീൻസ് 29th എക്സാം സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് വരുന്നത്. അത് കഴിഞ്ഞ് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിൻ്റെ എക്സാമും കൂടിയുണ്ട്. അതിൽ കെമിസ്ട്രിയും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് എന്നുള്ളത്. കൂടുതൽ എക്സ്പ്ലനേഷൻസിനൊന്നും പോകുന്നില്ല. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഇതുപോലുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലെ നമ്മൾ ഇന്ന് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 20 ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 സെറ്റായിട്ടാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. പേപ്പറും പെന്നും എടുത്തിട്ട് റെഡി ആയിരിക്കുക. ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് ആൻസർ മാർക്ക് ചെയ്യുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്യുക. അതാണ് കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയ ആൾക്കാർക്ക് വേണ്ടി ചെയ്യാനുള്ളത്. അഥവാ പ്രിപ്പറേഷൻ ഇല്ലാത്ത ആൾക്കാർക്കും ഇതേപോലുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളും കൂടി റിലേറ്റ് ചെയ്തിട്ട് ഇക്വേഷൻസും കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെച്ചിട്ട് നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. നമ്മുടെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് മാക്സിമം ഫോർ ന്യൂക്ലിയർ വിത്ത് മാസ് നമ്പർ അറൗണ്ട്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ സ്റ്റേബിൾ ന്യൂക്ലിയനെ കുറിച്ച് പറയുന്ന ഒരു കർവുണ്ട് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത്. ആ ഒരു കർവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസർവേഷൻ ലോസ് ഡസ് നോട്ട് ഹോൾഡ് ഇൻ ബീറ്റ ഡി കെ. നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡി കെ പ്രോസസ്സൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ ഉണ്ട്. അതിൽ ഇക്വേഷൻസൊക്കെ ഓർത്ത് വെക്കുക ഈ സമയത്ത്. അതേപോലെ ബീറ്റ ഡി കെ എന്ന് പറയുന്നത് ഏത് കൺസർവേഷൻ ലോ ആണ് വാലിഡ് ആയിട്ട് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മിങ് ടു ദ ആൻസർ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്നുള്ളതിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ന്യൂക്ലിയയുടെ സ്റ്റെബിലിറ്റി കൂടും. ആ കർവിൻ്റെ ഒരു നേച്ചർ എന്നുള്ളത് ഈ ഒരു സമയത്ത് ഓർത്ത് വെക്കുക. ലൈറ്റർ ന്യൂക്ലിയ ആണെങ്കിൽ വളരെ കുറഞ്ഞ വാല്യൂ ആണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ഉണ്ടാവുക. മാക്സിമം വരുന്നത് നിക്കൽ 62 എന്നുള്ള എലമെൻറ്റിനാണ് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വരിക. 8.8 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് അതിൻ്റെ വാല്യൂ വരിക, മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ ന്യൂക്ലിയോൺ. അതിൽ നിക്കൽ എന്ന് പറയുന്നത് വളരെ റെയറാണ് വെൻ കമ്പയറിങ് ടു അയൺ 56. നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് അയൺ 56 ആണ്. അതേപോലെ തന്നെ ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കർവ് നോക്കുന്ന സമയത്ത് ഹയസ്റ്റ് മാസ് നമ്പർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഹയസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നതിന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ പിന്നെയും കുറയുകയാണ് ചെയ്യുക. അതായത് അയണിൻ്റെ വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അയണിൻ്റെ വാല്യൂ 8.79 MeV പെർ ന്യൂക്ലിയോൺ ആണ്. ആ വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയസ്റ്റ് എലമെൻറ്റിൻ്റെ ഒക്കെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കുറയുകയാണ് ചെയ്യുക. 7.5 റേഞ്ചിലേക്ക് വരികയാണ് ചെയ്യുക. ആ എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഫിഷൻ എന്നുള്ള പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലൈറ്റർ ന്യൂക്ലിയ എന്ന് പറയുന്നത് ഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആ കർവും ഫിഷനും ഫ്യൂഷനും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്ന രീതിയിലും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ഡി കെ പ്രോസസ്സ് നടക്കണമെങ്കിൽ കൺസർവേഷൻ ലോസ് വാലിഡ് ആയിരിക്കണം. ഇതിൽ ബീറ്റ ഡി കെയുടെ പ്രോസസ്സാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഓപ്ഷനിൽ കൊടുത്ത ഒന്നും തന്നെ ഇൻവാലിഡ് അല്ല. ഐ മീൻ ബീറ്റ ഡി കെ പ്രോസസ്സിൽ ആ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം വാലിഡാണ്. കൺസർവേഷൻ ലോസ് ഓഫ് എനർജി ആയാലും മൊമെൻ്റ് ആയാലും ബാരിയർ നമ്പർ ആയാലും ലെപ്റ്റോൺ നമ്പർ ആയാലും എല്ലാം ബീറ്റ ഡി കെ പ്രോസസ്സിൽ കൺസേർവ്ഡ് ആണ്. ആകെ കൺസേർവ്ഡ് അല്ലാത്തൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പാരിറ്റിയാണ്. അതുപോലുള്ള ഓപ്ഷൻസ് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആൻസർ ഇങ്ങനെ തന്നെ ഓൾ ഓഫ് ദി എബോ അല്ലെങ്കിൽ നൺ ഓഫ് ദി എബോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ പാരിറ്റിയാണ് കൺസേർവ്ഡ് അല്ലാത്തൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബോ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ചിലപ്പോൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ നമുക്ക് ആഡ് ചെയ്യാം. ഈവൻ ക്വസ്റ്റ്യനിലെ ആൻസറിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. കുറച്ച് ധൃതിയിലാണ് ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈവൻ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫിനോമിനൻ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഈസ് മോസ്റ്റ് കോമൺലി ഒബ്സർവ്ഡ് ഇൻ. ഫിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ ഓഫ് ദി സ്റ്റേബിൾ ന്യൂക്ലിയസ് ജനറലി.
അതാണ് അടുത്ത ക്വസ്റ്റ്യൻസ്. സോ ഈ 2 ക്വസ്റ്റ്യൻസ് ആയാലും നമ്മുടെ ഹെവി ന്യൂക്ലിയയും അതേപോലെ ബൈൻഡിങ് എനർജി അല്ലെങ്കിൽ ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടും ഫിഷൻ ഫ്യൂഷനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഓർത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ. ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെവി ന്യൂക്ലിയയിലാണ്. സോ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നതിൽ ഹെവി ന്യൂക്ലിയർ ലൈക്ക് യുറാനിയം, തോറിയത്തിലാണ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് നടക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ. ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ എങ്ങനെയായിരിക്കും ജനറലി വരിക? സാധാരണ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്ര ന്യൂട്രോൺസ് ഉണ്ടോ അത്രയും പ്രോട്ടോൺസ് തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. N=P ആണ് നമ്മൾ ഹെവി ന്യൂക്ലിയയിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ പ്രോട്ടോൺ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസാണ്. അതിനെയൊക്കെ കമ്പൈൻ ചെയ്യുക എന്ന് പറയുന്നത് കൂളോം ഫോഴ്സ്, അതായത് 2 പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ കൂളോം ഫോഴ്സ് ഉണ്ടാവും. കൂളോം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യണം, ഓവർകം ചെയ്യുന്ന രീതിയിൽ വേണം അത് കമ്പൈൻ ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ് വെച്ച് അത് കമ്പൈൻ ചെയ്യിപ്പിക്കാൻ കുറച്ച്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ന്യൂട്രോൺസ് ആഡ് ചെയ്യേണ്ടി വരും. സോ ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ ഈസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ആറ്റോമിക് നമ്പറാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. സോ ആദ്യമൊക്കെ N=P തന്നെയാണ് വരിക അറ്റോമിക് നമ്പർ കൂടുന്ന സമയത്ത്. പിന്നെയുള്ളത് ന്യൂട്രോൺ നമ്പറാണ് കൂടുക. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻറ്റി പാർട്ടിക്കിൾസ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ് ഹാവ്. സോ നമ്മൾ എലമെൻ്ററി പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഒരു പാർട്ടാണ്. എലമെൻ്ററി പാർട്ടിക്കിളിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ അതിൻ്റെ സ്പിൻ വാല്യൂസ്, സ്ട്രേഞ്ച്നെസ് വാല്യൂസൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡീകേ കോൺസ്റ്റൻറ്റ് ലാംഡ ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡീകേ കോൺസ്റ്റൻറ്റും റേഡിയോ ആക്റ്റീവ് നമ്മുടെ ഹാഫ് ലൈഫായിട്ട് എങ്ങനെ റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ. ആൻറ്റി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മാസും അതേപോലെ ഓപ്പോസിറ്റ് ചാർജുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആൻറ്റി പാർട്ടിക്കിൾസ് എന്ന് പറയുക. സോ ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മാസാണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തു വെക്കുക. ഓപ്പോസിറ്റ് ചാർജ് ആണെന്നുള്ളത് നമ്മൾ ആൻറ്റി പാർട്ടിക്കിൾസ് പഠിക്കുന്ന സമയത്ത് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ സെയിം മാസമാണെന്ന കാര്യം കൂടി നോട്ട് ചെയ്യുക. സോ ഡീകേ കോൺസ്റ്റൻറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഡീകേ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ T½ പഠിക്കുമ്പോൾ തന്നെ log2 ഡിവൈഡ് ബൈ ലാംഡ എന്നാണ് പഠിക്കുന്നത്. log2 എന്ന് പറയുന്നത് 0.693 ഡിവൈഡ് ബൈ ലാംഡ. സോ നമുക്ക് പറയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഹാഫ് ലൈഫ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇലമെൻറ്റ് വിത്ത് ദ ഹയസ്റ്റ് ന്യൂട്രോൺ ക്യാപ്ചർ ക്രോസ് സെക്ഷൻ ഈസ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്രോൺ ക്യാപ്ചർ പ്രോസസ്സിലുള്ള എലമെൻറ്റ്, ഹയസ്റ്റ് എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ ഇൻറ്ററാക്ഷൻ എന്നുള്ളതാണ്. സോ ഫണ്ടമെൻ്റൽ ഇൻറ്ററാക്ഷൻ എന്നുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ. ദ ഇലമെൻറ്റ് ഓഫ് ഹയസ്റ്റ് ന്യൂട്രോൺ ക്യാപ്ചർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കാഡ്മിയം ആണ്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ന്യൂട്രോൺ അബ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഏത് എലമെൻറ്റിനാണ് കൂടുതൽ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ന്യൂട്രോൺ അബ്സോർബ് ചെയ്യാനുള്ള പവർ കൂടുതൽ കാഡ്മിയം എന്നുള്ള എലമെൻറ്റിനാണ്. അതുകൊണ്ടാണ് റിയാക്ടറിലൊക്കെ കാഡ്മിയം റോഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫണ്ടമെൻ്റൽ ഇൻറ്ററാക്ഷൻ ഏതാണ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ ഇൻറ്ററാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഇലക്ട്രോമാഗ്നറ്റിക് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ 4th കൊടുത്തിട്ടുള്ളത് ടെൻഷൻ ഫോഴ്സാണ്. പക്ഷേ ആക്ച്വലി സ്ട്രോങ് ഫോഴ്സാണ് ഫണ്ടമെൻ്റൽ ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ടെൻഷൻ ഫോഴ്സാണ് ഫണ്ടമെൻ്റൽ ഇൻറ്ററാക്ഷൻ അല്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ടിക്കിൾ ഈസ് എ ബാരിയോൺ. ഞാൻ പറഞ്ഞു എലമെൻ്ററി പാർട്ടിക്കിൾസിലെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോസിട്രോൺ ഈസ്. പോസിട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ. സോ നമുക്കറിയാം എലമെൻ്ററി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 2 ആയിട്ടാണ്, ബോസോൺസ് ആൻഡ് ഫെർമിയോൺസ്. അതിൽ തന്നെ ബോസോൺസ്, ഗുവാജി ബോസോൺസും മീസോൺസും ഉണ്ട്. ഇത് പഠിക്കുന്ന സമയത്ത് ഓരോന്നിനും വിത്ത് എക്സാമ്പിൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതേപോലെ ബോസോൺസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഫെർമിയോൺസ് ആണ്. ഫെർമിയോൺസ് ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ലെപ്റ്റോൺസും ബാരിയോൺസും ആണ്. അതുപോലെ തന്നെ ബാരിയോൺസും ന്യൂക്ലിയോൺസും ഹൈപ്പറോൺസും ആയിട്ടാണ് ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓർക്കാനുള്ള കാരണം മീൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബോസോൺസിലെ ഒരു ഭാഗം, അതായത് മീസോൺസും ഫെർമിയോൺസിലെ ബാരിയോൺസും രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാർക്ക് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ മീസോൺസിനും ബാരിയോൺസിനും കമ്പൈൻ ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാഡ്രോൺസ് എന്നുള്ളത്. അത് മീസോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും വെച്ചിട്ടാണ്.
ബാരിയോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് 3 ക്വാർക്ക് വെച്ചിട്ടാണ്. സോ ആ ക്വാർക്കിൻ്റെ കോമ്പിനേഷൻസ് കൂടി ഈ സമയത്തൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾ ഈസ് എ ബാരിയോൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ ന്യൂക്ലിയോൺസ് ആയിട്ടുള്ള ന്യൂട്രോൺ ആണ് എക്സാമ്പിളായിട്ട് വരിക. ഇലക്ട്രോൺ ഒരു ലെപ്റ്റോൺ ആണ്, ഫോട്ടോൺ ഒരു ഗോജ് ബോസോൺ ആണ്, ന്യൂട്രിനോ എന്ന് പറയുന്നതും ലെപ്റ്റോൺ ആണ്. ന്യൂട്രിനോ ഒക്കെ വരുന്നതും ആൻറ്റി ന്യൂട്രിനോ ഒക്കെ വരുന്നതും ലെപ്റ്റോൺ ഗ്രൂപ്പിലാണ്. സോ ന്യൂട്രോൺ ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോസിട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോസിട്രോൺ എന്ന് പറയുന്നത് ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ഇലക്ട്രോൺ ആണ്. പോസിട്രോണും ഇലക്ട്രോണും എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രോസസ്സ് എന്ന് പറയുന്നത് ബീറ്റ ഡീകേ ആണ്. ബീറ്റ ഡീകേ തന്നെ ജനറലായിട്ട് ബീറ്റ പ്ലസും ബീറ്റ മൈനസ് ഡീകേ ഉണ്ട്. ബീറ്റ മൈനസ് ഡീകേ ആണ് കോമൺ ആയിട്ടുള്ള ബീറ്റ ഡീകേ എന്ന് പറയുന്നത്. സോ സാധാരണ ബീറ്റ ഡീകേ എന്ന് പറയുമ്പം അത് ഉദ്ദേശിക്കുന്നത് ബീറ്റ മൈനസ് ഡീകേ ആണ്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം നമ്മുടെ നെക്സ്റ്റ് സെറ്റാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ സെറ്റിലേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്ത സെറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ സെറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സെറ്റിലെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കമ്മിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് 2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇൻ്ററാക്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബീറ്റ ഡീകേ? ബീറ്റ ഡീകേയിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻ്ററാക്ഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രോട്ടോൺ കൺസിസ്റ്റ് ഓഫ്. ഞാൻ പറഞ്ഞതുപോലെ എലമെൻ്ററി പാർട്ടിക്കിളിൽ നമ്മൾ ഫെർമിയോൺസിൽ ബാരിയോൺസും ബീസോൺസും കൂടി പറഞ്ഞ സമയത്ത് നമ്മൾ ക്വാർക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആ ജസ്റ്റ് പ്രിപ്പറേഷൻ നടത്തിയവർക്ക് എന്താണ് എന്നുള്ളത്, പ്രോട്ടോൺ കൺസിസ്റ്റ് ഓഫ് ഏത് ക്വാർക്സ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ. ബീറ്റ ഡീകേ പ്രോസസ്സിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സോ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോട്ടോൺ കൺസിസ്റ്റ് ഓഫ് എന്ന് പറയുന്നത്, പ്രോട്ടോൺ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് UUD എന്നാണ്. അതായത് 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും ആണ് പ്രോട്ടോൺ ഉള്ളത്. ഇതേപോലെ ന്യൂട്രോൺ കാര്യങ്ങളും കൂടി ഇതിൻ്റെ സമയത്ത് നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഫ്രീ ന്യൂട്രോൺ ഡീക്കേസ് ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫ്രീ ന്യൂട്രോൺ ആണ് ഡീക്കേ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രൊഡക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വാർക്ക് കോമ്പോസിഷൻ ഓഫ് ന്യൂട്രോൺ ഈസ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കോമ്പോസിഷനൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. സോ ഇതിന് നമ്മളധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ആൻസർ എന്ന് പറയുന്നത്, സോ ന്യൂട്രോൺ ഡീക്കേ എന്ന് പറയുമ്പം ഓർക്കേണ്ടത് ബീറ്റ ഡീക്കേ ആണ്. ബീറ്റ മൈനസ് ഡീക്കേയിലാണ് നമ്മുടെ ന്യൂട്രോൺ ഡീക്കേ നമ്മൾ നോക്കുന്നത്. ന്യൂട്രോൺ ഡീക്കേ റിയാക്ഷനിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും നമ്മളൊരു കൂടെ നമുക്കൊരു ന്യൂട്രിനോം കൂടി ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ കൺസർവേഷൻ ലോ വാലിഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3ാമത്തെ ഒരു പാർട്ടികൾ ന്യൂട്രോൺ ഡീക്കേയിൽ ചെയ്യുന്നത്. ഇതേപോലെ പ്രോട്ടോൺ ഡീക്കേ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ന്യൂട്രോണും ഒരു പോസിട്രോണും ഒരു ആൻറ്റി ന്യൂട്രിനോണും കിട്ടുക. അപ്പോൾ അത് ഇതേപോലെ ബീറ്റ പ്ലസ് ഡീക്കേയിൽ വരുന്നതാണ്. അതൊന്ന് നോക്കുക. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ന്യൂട്രിനോ എന്നല്ല ആൻറ്റി ന്യൂട്രിനോ എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ബീറ്റ ഡീക്കേ എന്ന് പറയുന്നത് ന്യൂട്രോൺ എന്നുള്ളത് ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ഒരു ആൻറ്റി ന്യൂട്രിനോ ആണ് വരിക. അതേപോലെ ബീറ്റ പ്ലസ് ഡീക്കേയിലാണെങ്കിൽ ഒരു പ്രോട്ടോൺ ഡീക്കേ ചെയ്തിട്ട് ഒരു ന്യൂട്രോണും ഒരു പോസിട്രോണും ഒരു ന്യൂട്രിനോ ആണ് വരിക. അതായത് ഇലക്ട്രോണിൻ്റെ കൂടെ എപ്പോഴും ഒരു ആൻറ്റി ന്യൂട്രിനോ ആയിരിക്കും കോമ്പിനേഷനായിട്ട് വരിക എന്നുള്ളതാണ് ഇത് നോക്കുന്നത്. ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ ആൻറ്റി ന്യൂട്രിനോ ആണ് വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ അത് തേർഡ് വൺ മിസ്റ്റേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വാർക്ക് കോമ്പോസിഷൻ ഓഫ് ന്യൂട്രോൺ എന്നുള്ളത്. ന്യൂട്രോണിൻ്റെ കോമ്പോസിഷൻ നമ്മൾ ഇലക്ട്രോണിൻ്റെത് പ്രോട്ടോണിൻ്റെത് പറഞ്ഞത് UUD ആണെങ്കിൽ ന്യൂട്രോണിൻ്റെത് UDD എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂം ചാർജും ഒക്കെ കൺസേർവ്ഡ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ സീറോ റെസ്റ്റ് മാസ്? സീറോ റെസ്റ്റ് മാസ് ഉള്ള എക്സാമ്പിൾ ഏതാണ്, എലമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, പാർട്ടിക്കിൾസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ കൂടെ 6th ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സെറ്റ് 2-ലെ 6th ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ടിക്കിൾ മീഡിയേറ്റ്സ് എ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഫോഴ്സസ് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ പാർട്ടിക്കിൾ മീഡിയേറ്റർ കൂടി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വീക്ക് ഫോഴ്സ് ആയാലും സ്ട്രോങ് ഫോഴ്സ് ആയാലും അതിൽ പാർട്ടിക്കിൾ മീഡിയേറ്റർ ഉണ്ട്, ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ. സീറോ റെസ്റ്റ് മാസ് ഉള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഫോട്ടോൺ ആണ്. സോ ഫോട്ടോൺ നമ്മളിവിടെ പറയാൻ കാരണം മാസ്ലെസ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ ഫോട്ടോണിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഫോട്ടോൺസിന് നമ്മൾ എനർജി മാസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ റെസ്റ്റ് ആയിട്ടുള്ള സമയത്ത് ഫോട്ടോൺ മാസ്ലെസ് ആണ്. അതുകൊണ്ടാണ് അതിന് സീറോ റെസ്റ്റ് മാസ് ഉണ്ടാവുന്നത്. സോ സീറോ റെസ്റ്റ് മാസ് ഉള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫോട്ടോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള സ്ട്രോങ് ഫോഴ്സ് മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് അത് ഗ്ലൂവോൺസ് ആണ്. അത് സ്ട്രോങ് ഫോഴ്സിൻ്റെ ഗ്ലൂവോൺസ് എന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള ഇതും കൂടി പഠിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ആണെങ്കിൽ ഫോട്ടോൺസ് ആണ്. വീക്ക് ഫോഴ്സ് ആണെങ്കിൽ ഡബ്ല്യു ബോസോൺസ്, ഡബ്ല്യു അതേപോലെ ഇസെഡ് ബോസോൺസും ആണ്. ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് മാസ്, ഒരു പാർട്ടിക്കിളിന് മാസ് നൽകുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ. ദ ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ന്യൂട്രോൺ ഈസ്. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിന് എന്താ പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾ ഈസ് നോട്ട് ലെപ്റ്റോൺ. ഒരു ലെപ്റ്റോൺ അല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കമ്മിങ് ടു ദ ആൻസർ. ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് ആൻറ്റി ന്യൂട്രോൺ ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻറ്റി ന്യൂട്രോൺ ആണ് ആൻറ്റി പാർട്ടിക്കിളായിട്ട് വരും. അതേപോലെ പ്രോട്ടോൺ ആൻറ്റി പ്രോട്ടോൺ ആണ്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. ലെപ്റ്റോൺ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രോണും മ്യൂണും ന്യൂട്രിനും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള ലെപ്റ്റോൺസ് എന്ന് പറയുന്നത്. പ്രോട്ടോൺ ഒരു ലെപ്റ്റോൺ അല്ല. സോ പ്രോട്ടോൺ ഈസ് ദ ആൻസർ. പ്രോട്ടോൺ ഒരു ന്യൂക്ലിയോൺ ആണ്. പ്രോട്ടോൺ, ന്യൂക്ലിയോൺ അല്ലെങ്കിൽ ബാരിയോൺസിൽ വരുന്ന അല്ലെങ്കിൽ ഫെർമിയോൺസിൽ വരുന്ന കാറ്റഗറിയിൽപ്പെട്ട എലമെൻറ്റ് അല്ലെങ്കിൽ പാർട്ടിക്കിളാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെസ്റ്റ് മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് അപ്രോക്സിമേറ്റ്ലി. പ്രോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എൻ്റെ സെറ്റ് 2ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലൈഫ് ടൈം ഓഫ് എ ഫ്രീ ന്യൂട്രോൺ ഈസ് അപ്രോക്സിമേറ്റ്ലി. ഒരു ഫ്രീ ന്യൂട്രോണിൻ്റെ ലൈഫ് ടൈം എത്രയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ കമ്മിങ് ടു ദ ആൻസർ. ദ റെസ്റ്റ് മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 938 MeV/c² എന്നാണ് ആൻസർ വരിക. സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോട്ടോണിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് നമ്മൾ ആറ്റോമിക് മാസ് യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ 1.007 സംതിങ് ആണ്. അതിനെ നമ്മൾ MEVയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 938 MeV എന്നുള്ളത് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത്. സോ ആ വാല്യൂ 938 MeV/c² എന്നുള്ളതാണ് വാല്യൂ ആയിട്ട് വരിക. ഇവിടെയും യൂണിറ്റിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ റെസ്റ്റ് മാസം എന്നുള്ള കാര്യം മാത്രം ഇവിടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യൻ. ലൈഫ് ടൈം ഓഫ് എ ഫ്രീ ന്യൂട്രോൺ എന്ന് പറയുന്നത് 880 സെക്കൻഡ്സ് ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് ടൈം ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 880 സെക്കൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസ്റ്റ് മാസ് ആണ് കൊടുത്തിട്ടുള്ളത്, എനർജി അല്ല. സോ അത് ആൻസർ 938 MeV/c² തന്നെയാണ്. യൂണിറ്റിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. റെസ്റ്റ് മാസ് എനർജി എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ യൂണിറ്റ് MeV/c² ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ മാസ് എന്ന് പറയുന്നത് MeV തന്നെയാണ്. എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ c² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂണിറ്റ് 938 MeV തന്നെയാകും. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിലെ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാവരും ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എലമെൻ്ററി പാർട്ടിക്കിൾ കൂടി കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. അതായിരിക്കും കുറച്ചുകൂടി ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ വീഡിയോ അതേപോലെ ഈ വീഡിയോയും കൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മളുടൻ തന്നെ നെക്സ്റ്റ് സിലബസിൽ കൊടുത്തിരിക്കുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ 20 ക്വസ്റ്റ്യൻസുമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.